ശ്രീ സോമൻ, ഡോക്ടർ സുഭാഷൻ പോൾ പറഞ്ഞു നിർത്തിയെടുത്തു നിന്ന് തന്നെയാണ് നിങ്ങളുടെ ഒരു രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുന്നതിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുന്ന ഒരു രീതി ഉള്ളതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് വലിയ അഭിമാനകരമായ ഒരു രാഷ്ട്രീയ പ്രക്രിയയായി തോന്നാം. പക്ഷേ അതിനപ്പുറം രാജ്യത്തിന് ഒരുപാട് ആശങ്കകൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അത് ഒന്നാമത്തത് ഭരണഘടനാപരമാണ്. അപ്പോഴും താങ്കൾ പറയും അങ്ങനെയാണെങ്കിൽ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതി തന്നെയല്ലേ ഇതെല്ലാം പരിശോധിച്ചത് എന്ന് പറയുന്ന ഉത്തരവും BJPക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ആ ഉത്തരങ്ങളെല്ലാം നിങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് വേണ്ടി പാകപ്പെടുത്തിയതായി മാറുകയും ഇത് ഭരണഘടനാപരമാണോ എന്ന ചോദ്യം, ആഴത്തിൽ ആ ചോദ്യം വലിയ പ്രതിഷേധമായി, വലിയ ചോദ്യമായി രാജ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയുമല്ലേ. ഫെഡറലിസം യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുക, അല്ലാതെ സംസ്ഥാനങ്ങൾ എല്ലാം കൂടി ചേരുന്നൊരു രാജ്യം എന്ന നിലയിലാണ്, അല്ലാതെ കേന്ദ്രം എന്ന് പറയുന്നതിൽ നിന്ന് താഴേക്ക് വരുന്ന സംസ്ഥാനങ്ങൾ എന്ന നിലയല്ല, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ആ നിലയിലുള്ള ഫെഡറലിസത്തിൻ്റെ ഏറ്റവും ശക്തമായ കേന്ദ്രം, അത്ര തന്നെ ശക്തമായ സംസ്ഥാനങ്ങൾ, അധികാരങ്ങൾ തന്നെ ആ നിലയിൽ വിഭജിച്ച് നൽകിയിട്ടുള്ള ഒരു സംവിധാനത്തിൽ ലോക്സഭയുടെ കാലാവധിക്കനുസരിച്ച് സംസ്ഥാനങ്ങളും നിയമസഭകളും പൂർത്തീകരിച്ചു കൊള്ളണം, തദ്ദേശഭരണ സ്ഥാപനങ്ങൾ പൂർത്തീകരിച്ചു കൊള്ളണം. ഈ സംവിധാനം മുൻപ് ഈ രാജ്യത്തുണ്ടായിരുന്നു ശ്രീ സോമൻ. അത് പരാജയപ്പെട്ട ഒന്നാണ് എന്നൊരു അനുഭവം ഈ രാജ്യത്തിന് മുമ്പിലുണ്ട്. ഭരണഘടനാപരമാണോ, ഫെഡറലിസത്തിൻ്റെ അന്തസത്തയ്ക്ക് നിരക്കാത്തതല്ലേ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പ്രത്യേകിച്ച് ഭരണഘടനയുടെ 75-ാം വർഷത്തിൽ BJP പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതായി വരില്ലേ? ആ ഉത്തരങ്ങൾ, നിങ്ങളുടെ ഉത്തരങ്ങൾ ഭരണഘടനാപരവും ഭരണഘടനയെ ബഹുമാനിക്കുന്നതോ അല്ലാതായി തീരുന്നു എന്ന വിമർശനമാണ് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചയിൽ ബഹുമാനനായ ശ്രീ സെബാസ്റ്റ്യൻ പോള് അദ്ദേഹം പരാമർശിച്ച ഒരു കാര്യം എനിക്ക് വളരെ അഭിമാനകരമായി തോന്നുകയാണ്. ശരത്തെ, BJP പറയുന്ന കാര്യങ്ങൾ ചെയ്യും, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറയും. അത് രാഷ്ട്രീയ രംഗത്തും നിയമരംഗത്തും പാർലമെന്ററിയനായിരുന്ന ശ്രീ സെബാസ്റ്റ്യൻ പോൾ സാറിൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ അഭിമാനം തോന്നുകയാണ്. അത്ര പോസിറ്റീവായിട്ടല്ല ഇന്ന് നമ്മുടെ ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈ ഒരു നിയമം, അതെ ആയിക്കോട്ടെ, ഞാനത് അഭിമാനകരമായി കാണുന്നു എന്ന് തന്നെ ആവർത്തിക്കുകയാണ്. BJP ഇതൊരു സുപ്രഭാതത്തിൽ പറഞ്ഞതല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. BJP ഏറെക്കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിൻ്റെ രാഷ്ട്രീയ സമീപനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു നീക്കത്തിന് നേതൃത്വം കൊടുക്കുന്നതെന്നും നമുക്കെല്ലാവർക്കും അറിയാം. ഈ രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായം എങ്ങനെയാണ് ഇല്ലാതായി പോയത്? അത് ഫെഡറൽ സമ്പ്രദായത്തിന് ചേരുന്നതല്ലാത്തത് കൊണ്ടാണ് എന്ന തിരിച്ചറിവ് അങ്ങ് പറഞ്ഞല്ലോ. ആ ഒരു സാഹചര്യത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോയത് BJP അല്ലല്ലോ. നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം, ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം 3-4 തെരഞ്ഞെടുപ്പുകൾ, പൊതു തെരഞ്ഞെടുപ്പുകൾ നടന്നല്ലോ. അത് ഒരുമിച്ചാണല്ലോ നടന്നത്. അതിനുശേഷം ഈ സാഹചര്യം മാറിപ്പോയത് എങ്ങനെയാണ്? അതിന് ഉത്തരവാദികൾ ആരാണ്? അവർ ഈ ഫെഡറൽ സംവിധാനത്തെ തകർത്തതിനകത്തിൽ അത് BJP അല്ലല്ലോ, അത് BJP അല്ല. ഇത് ഈ വിഷയത്തെ നമ്മൾ ശ്രീ സോമൻ, അവിടെ ഒരു ഉപചോദ്യമുണ്ട് താങ്കളോട് തന്നെയാണ്. ഒരു ഉപചോദ്യമുണ്ട്. രാജ്യത്ത് അധികാരത്തിലേക്ക് വരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിയും നിലപാടും മാറുന്നതിനനുസരിച്ച് മാറേണ്ടതല്ല തെരഞ്ഞെടുപ്പുകൾ. അന്നുണ്ടായ പ്രായോഗിക പ്രശ്നങ്ങൾ, കാലാവധി പൂർത്തിയാക്കാത്ത നിയമസഭകൾ, അതുപോലെ ഈ പറഞ്ഞ പോലെ 4-ാം ലോക്സഭ 70-ൽ അത് കാലാവധി തികയാതെ വന്നു. ഇതൊക്കെ കൊണ്ടുണ്ടാകുന്ന പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. ആ പ്രായോഗിക പ്രശ്നങ്ങൾ, ഇത് ഭരണഘടനാപരമായ ഗൗരവമുള്ള വശം ഒരു ഭാഗത്ത് നിൽക്കെ തന്നെ, താങ്കളത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്തരം പ്രശ്നങ്ങൾ ഇനിയും തുടരും. സംസ്ഥാനങ്ങളെ തോന്നിയ കാലത്തോളം രാഷ്ട്രപതി ഭരണത്തിന് കീഴിൽ നിർത്താൻ കഴിയുന്ന നിലയിലേക്കുള്ള കേന്ദ്രത്തിൻ്റെ ഒരു അധികാരത്തിൻ്റെ ഒരു രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ കഴിയും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അങ്ങനെയുമുണ്ട് പ്രശ്നങ്ങൾ. അതൊരു ആര് ഭരിച്ചു എന്നത് നോക്കി മാത്രം കാണേണ്ടതല്ലല്ലോ ശ്രീ സോമൻ. ശ്രീ ശരത്തെ, ഞാൻ സൂചിപ്പിച്ചത് BJP അല്ല ഈ ഫെഡറൽ സമ്പ്രദായത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയതും ഈ സംവിധാനം അവസാനിപ്പിച്ചതും BJPയുടെ കാലത്തല്ല. BJP അതിന് ശ്രമം നടത്തിയിട്ടില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചതാണ്. നമുക്ക് ഞാൻ ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇതൊരു ക്രിയാത്മകമായിട്ടുള്ള മനോഭാവത്തോടെ കാണണം. ഇതൊരു BJP കൊണ്ടുവന്ന, നരേന്ദ്രമോദി കൊണ്ടുവന്ന ഒരു പരിഷ്കാരത്തെ പാടെ എതിർക്കുക എന്ന സമീപനത്തിനപ്പുറത്തേക്ക് നോക്കൂ. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു ഭരണഘടനാ പദവി വഹിച്ചിരുന്ന മുൻ രാഷ്ട്രപതി നേതൃത്വം നൽകിയ ഒരു സമിതി
ഇതിനെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള പല പഠനങ്ങളുണ്ടല്ലോ. ആ സമിതിക്കകത്തിൽ ഭരണഘടനാ വിദഗ്ധന്മാരുണ്ട്, ആ സമിതിക്കകത്തിൽ നിയമവിദഗ്ധന്മാരുണ്ട്, ആ സമിതിക്കകത്തിൽ ധനകാര്യ വിദഗ്ധന്മാരുണ്ട്. ഈ നിലയിൽ വൈവിധ്യമാർന്ന രംഗത്തെ പരിചയസമ്പന്നരും പരിണിതപ്രജ്ഞരായിട്ടുള്ള ആളുകൾ ആ രംഗത്ത് ഈ കാര്യത്തെ, ഈ പരിഷ്കാരത്തെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള പഠനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് രാജ്യത്ത് നടപ്പാക്കാവുന്നതാണ് എന്ന കണ്ടെത്തലിൻ്റെ പശ്ചാത്തലത്തിലാണ് അത് മന്ത്രിസഭ അംഗീകരിച്ച് ഇന്ന് ലോക്സഭയിൽ അത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതും ഇപ്പോൾ അത് JPCക്ക് വിടുന്ന ഒരു സാഹചര്യവും നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ളത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സമിതിയോട് ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് സഹകരിച്ചോ? അധീർ രഞ്ജൻ ചൗധരിയെ പോലെയുള്ള കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവിനെ ഈ സമിതിയിൽ ഉൾപ്പെടുത്തിയപ്പോൾ ആ സമിതിയുമായി സഹകരിക്കാൻ, ഈ പ്രതിപക്ഷ കക്ഷികളുടെ വിയോജിപ്പിൻ്റെ ഏകോപനം നൽകാൻ, അവിടെ ഒരു നിലപാട് സ്വീകരിക്കാൻ, ഇതിലെ പോരായ്മകൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ബദൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ഒന്നും തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടായില്ല എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ലോക്സഭയിൽ അവതരിപ്പിച്ച ഈ ബില്ലുമായി ബന്ധപ്പെട്ട്, ഈ നിയമവുമായി ബന്ധപ്പെട്ട് പോരായ്മകളുണ്ടെങ്കിൽ അത് വരുന്ന നാളുകളിൽ വീണ്ടും പരിശോധിക്കാനും ചർച്ച ചെയ്യാനും പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകുന്നതിനും നമ്മുടെ ഫെഡറൽ സംവിധാനം തകരാതിരിക്കാനും നമ്മുടെ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളൊക്കെ നിലനിർത്താനും നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ചെലവ് കുറച്ചു കൊണ്ടുവരാനും വികസന പ്രവർത്തനങ്ങൾക്ക് വേഗത വർദ്ധിപ്പിക്കാനുമുള്ള ഒരു സമീപനമെന്ന നിലയിലാണ് നരേന്ദ്രമോദി സർക്കാർ ഈ നിയമം രാജ്യത്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. പോരായ്മകളുണ്ടോ? താങ്കൾ പറഞ്ഞു കഴിഞ്ഞു, പരിശോധിക്കപ്പെടേണ്ടതാണ്, JPC ഉണ്ടല്ലോ എന്നാണ് പറഞ്ഞു വെച്ചത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സോമൻ, ഞാൻ വരാം. ആമുഖമായി താങ്കൾ പറഞ്ഞു വെച്ചത് വ്യക്തമായി BJPയുടെ വാദം വന്നു കഴിഞ്ഞു. ഇവിടെ